കലൂരിലെ സ്റ്റേഡിയത്തിൽ ഗാലറിയിൽ നിന്ന് വീണ ഉമ്മ തോമസ് MLAക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസിനെതിരെ DGPക്ക് പരാതി നൽകി UDF. നിസ്സാര വകുപ്പിൽ ഉൾപ്പെടുത്തിയത് കേസ് അട്ടിമറിക്കാൻ ശ്രമമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. നടൻ സിജോയ് വർഗീസിനെതിരെയും അന്വേഷണം നടത്തും. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്യാംകുമാർ, പറയൂ. ഗുഡ് മോർണിംഗ്. SKN, ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ ഉമ തോമസിന് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ നടൻ സിജോയ് വർഗീസിനെ വിളിച്ചു വരുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു. മൃദംഗ വിഷന്റെ മുഖ്യ രക്ഷാധികാരി എന്നാണ് സിജോയ് വർഗീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനങ്ങളിലടക്കം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ MDയുമായും CEOയുമായും ഈ സിജോ വർഗീസ് എന്ന് പറയുന്ന നടനുള്ള ബന്ധവും സാമ്പത്തിക ഇടപാടുകൾ ഏതെങ്കിലും തരത്തിൽ നടന്നിട്ടുണ്ടോ എന്നതുമാണ് പോലീസ് പരിശോധിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നടനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിനും മൊഴിയെടുക്കുന്നതിനുമായി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് നിലവിൽ അറസ്റ്റിലായ പ്രതികൾക്കെതിരായിട്ട് നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്ന് കാട്ടി UDF DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. പാലാരിവട്ടം പോലീസിനെതിരെയും അസിസ്റ്റന്റ് കമ്മീഷണർക്കെതിരെയുമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ ഈ പരാതിയിൽ അന്വേഷണം നടത്താനായിട്ട് DGP പരാതി IG-ക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നിസ്സാര വകുപ്പുകൾ ഇട്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഈ കേസിന്റെ മുന്നോട്ടുള്ള അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ളതാണ് UDFന്റെ പരാതി. അതുകൊണ്ട് തന്നെ ഗൗരവകരമായി അന്വേഷണം നടത്തണം, പറ്റുമെങ്കിൽ അന്വേഷണത്തിന് മറ്റൊരു സംഘത്തെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് UDFന്റെ ആവശ്യം. ഏതായാലും DGPക്ക് പരാതി നൽകിക്കൊണ്ട് UDF ഈ കേസിൽ കൂടുതൽ വകുപ്പുകൾ വേണമെന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട നടൻ സിജോയ് വർഗീസിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ.